അടച്ചുപൂട്ടാൻ നീക്കം. ദേശീയപാത വികസനത്തിൽ നിന്നും പിൻവാങ്ങുകയാണെന്ന് കഴിഞ്ഞ മാസം അതോറിറ്റി കേരള സർക്കാരിനെ അറിയിച്ചതിന് പിന്നാലെയാണ് നീക്കം. ഇതിനോടൊപ്പം അതോറിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും കോഴിക്കോട് ഓഫീസിൽ നടപ്പാക്കുന്ന തലപ്പാടി കുറ്റിപ്പുറം പാത വികസനത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നീക്കം ചെയ്തു. സംഘർഷഭരിതമായിരുന്നു 2008 കോഴിക്കോട്ടെ പദ്ധതി ഓഫീസ് തുടങ്ങിയ ശേഷം ദേശീയപാത അതോറിറ്റിയുടെ ഇവിടുത്തെ പ്രവർത്തനം. എതിർപ്പുകൾ അവസാനിച്ച് ഭൂമി സർക്കാരിന് ഏറ്റെടുത്ത് നൽകാൻ കഴിയാതിരുന്നതോടെ 2014 ഓഗസ്റ്റിൽ ഇനി ദേശീയപാത വികസനത്തിൽ ഇല്ലെന്ന് കാണിച്ച് അതോറിറ്റി സർക്കാരിന് കത്ത് നൽകി. 3 കമ്പനികൾക്ക് ഇതിനകം 45 മീറ്ററിൽ റോഡ് വികസിപ്പിക്കാനായി നൽകിയ കരാറ് റദ്ദാക്കിയതായി തലപ്പാടി മുതൽ കുറ്റിപ്പുറം വരെയുള്ള പാതാ വികസനത്തിന്റെ ചുമതല വഹിക്കുന്ന പദ്ധതി ഡയറക്ടർ ഉമാമഹേശ്വർ റാവു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. തന്നെ ഏത് നിമിഷവും തിരിച്ചു വിളിക്കുമെന്ന് അതോറിറ്റി അറിയിച്ചതായും ഉമാമഹേശ്വർ റാവു വ്യക്തമാക്കി. ട്രാൻസ്ട്രോയിഡ് നോർത്ത് മലബാർ, സൗത്ത് മലബാർ എന്നിവയാണ് കരാർ നേടിയ സ്ഥാപനങ്ങൾ. ഇതിനൊപ്പം ദേശീയപാത അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്നും തലപ്പാടി കുറ്റിപ്പുറം പാതാ വികസനത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അപ്രത്യക്ഷമായി. സൈറ്റിലെ വിവരങ്ങൾ പ്രകാരം നടപ്പാക്കാനിരിക്കുന്ന പദ്ധതികളിൽ തിരുവനന്തപുരം ഓഫീസിന്റെ കീഴിൽ വരുന്ന പാലക്കാട്, തൃശൂർ ജില്ലകളിലെ ദേശീയപാത വികസനം മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. അതേസമയം ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസ് അടച്ചുപൂട്ടൽ നീക്കം നാടകമാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ദേശീയപാത അതോറിറ്റി ഓഫീസ് അടച്ചുപൂട്ടിയാൽ വീണ്ടും പാതാ വികസനം അവരെ ഏൽപ്പിക്കാൻ ഒട്ടേറെ തടസ്സങ്ങളുണ്ട്. പല നടപടിക്രമങ്ങളും ആദ്യം മുതൽ തന്നെ തുടങ്ങേണ്ടി വരും. ഏത് നിമിഷവും അടച്ചുപൂട്ടുമെന്ന അവസ്ഥയിലാണ് കോഴിക്കോട്ടെ ദേശീയപാത അതോറിറ്റിയുടെ ഈ ഓഫീസ്. ഇവിടുത്തെ പ്രൊജക്ട് ഡയറക്ടറെ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വിളിക്കാം.